നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് SIT സംഘം എൻ വാസുവിനെ ചോദ്യം ചെയ്തത്. SIT ഉദ്യോഗസ്ഥനായ SP ശശിധരൻ നേരിട്ടെത്തിയാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. വാസുവിനെതിരെ സുധീഷ് കുമാർ നൽകിയ മൊഴികൾ ഏറെ ഗൗരവമേറിയതെന്നാണ് വിവരം. ഇതിന് പിന്നാലെയായിരുന്നു വാസുവിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ടായത്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന 2019 എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. പിന്നീട് A പത്മകുമാറിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സുധീഷ് കുമാർ വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ വാസു പ്രസിഡന്റ് ആയിരിക്കെയാണ് സ്വർണം പൂശൽ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ സന്ദേശം ലഭിച്ചത്. സ്വർണം പൂശൽ കഴിഞ്ഞതിനു ശേഷവും സ്വർണം ബാക്കിയുണ്ടെന്നും ഇത് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ എന്നും ചോദിച്ചായിരുന്നു പോറ്റിയുടെ ഇമെയിൽ സന്ദേശം. എന്നാൽ ഇത് സംബന്ധിച്ച് വാസു നൽകിയ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല. ഇമെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തുവെന്നും പിന്നീട് അതേക്കുറിച്ച് തിരക്കിയിരുന്നില്ല എന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം. അധികം വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുള്ളത് അറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ല എന്നാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. സ്വർണ്ണപ്പാളി കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെ കോടതി 14 ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പാളികളിൽ സ്വർണം പൊതിഞ്ഞെന്ന സുധീഷ് കുമാറിന് അറിവുണ്ടായിട്ടും ചെമ്പ് പാളി എന്ന രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പാളികൾ അഴിച്ചു മാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികളെ ചെമ്പ് പാളികളെന്ന് എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തുവിടാമെന്ന ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തു. മഹസറുകളിലും വെറും ചെമ്പ് തകിടുകളെന്ന് രേഖപ്പെടുത്തി. മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണം കൈവശപ്പെടുത്തുവാൻ അവസരമൊരുക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാനായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ മൊഴിയിലും സുരേഷിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രം വിചാരിച്ചാൽ ഇത്തരമൊരു മാറ്റം രേഖകളിൽ വരുത്താൻ കഴിയില്ലെന്നും അന്ന് ഏൽപ്പിച്ച ജോലി മാത്രമാണ് നിർവഹിച്ചതെന്നുമാണ് സുധീഷ് കുമാറിന്റെ മറുപടിയെന്ന് അറിയുന്നു. സ്വർണം പൂശിയ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. ഓരോ ഘട്ടത്തിലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. രേഖകൾ അപ്പോൾ തന്നെ മേലുദ്യോഗസ്ഥരെ ധരിപ്പിച്ചിരുന്നു. അവരാരും ചെമ്പുപാളികളെന്ന് എഴുതിയത് തിരുത്തിയില്ല, എതിർത്തതുമില്ല. നടപടികൾ എല്ലാവരും അറിഞ്ഞിരുന്നു. സ്വർണം പൂശിയ പാളികൾ കൈമാറിയ സമയത്തു തന്നെ നടന്ന ചർച്ചകളുടെയും നടപടികളുടെയും വിശദാംശങ്ങളും സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിനു മുന്നിൽ വിവരിച്ചു. അന്നത്തെ ദേവസ്വം ഭരണാധികാരികളിലേക്കും കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ഇതുപ്രകാരം അന്വേഷണം നീളും. സുധീഷ് കുമാറിന്റെ മൊഴി വിശകലനം ചെയ്യാനും ലഭിച്ച തെളിവുകളുമായി ഒത്തുനോക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മൊഴി ശരിവയ്ക്കുന്ന മുറയ്ക്ക് ഉന്നതരെയും ചോദ്യം ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഇവരും പ്രതിയാകുവാനും അറസ്റ്റിനും സാധ്യതയുണ്ട്. യുവതീ പ്രവേശന വിവാദ സമയത്ത് ശബരിമലയിൽ നവോത്ഥാനമെത്തിക്കാൻ വിമാനത്തിൽ പറന്ന വ്യക്തിയാണ് ഈ എൻ വാസു. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ ആയിരുന്നു. എന്നാൽ പത്മകുമാറിന് മുകളിൽ അധികാരം വാസുവിനുണ്ടായിരുന്നു. CPMന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു വാസു. പിന്നീട് ജുഡീഷ്യൽ ഓഫീസറായി. ഈ പദവിയുടെ കരുത്തിലാണ് ശബരിമലയിൽ ആദ്യം കമ്മീഷണറായത്. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും അതേ പദവിയിലെത്തി. യുവതീ പ്രവേശനത്തിൽ സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതിയിൽ എത്തിക്കുവാൻ മുന്നിൽ നിന്നു. അന്ന് പ്രസിഡന്റായിരുന്ന പത്മകുമാർ പോലും പലതും അറിഞ്ഞത് പത്രങ്ങളിലൂടെയായിരുന്നു. അങ്ങനെ ശബരിമല വിവാദകാലത്ത് സ്റ്റാറായ വാസു പത്മകുമാറിന് ശേഷം ദേവസ്വം പ്രസിഡന്റുമായി. കമ്മീഷണറും പ്രസിഡന്റുമാകുന്ന വ്യക്തിയെന്ന അപൂർവതയും തേടിയെത്തി. പെട്ടെന്ന് കോവിഡ് വന്നു. അതുകൊണ്ട് വാസു പ്രസിഡന്റായ സമയത്ത് കാര്യമായൊന്നും ശബരിമലയിൽ നടന്നിരുന്നില്ലെന്നതാണ് വസ്തുത. പിന്നീട് വാസുവിന് കോവിഡ് ബാധിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലുമായി. അന്ന് വെന്റിലേറ്ററിൽ കിടന്ന വാസുവിനെ സർക്കാർ എല്ലാ അർത്ഥത്തിലും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിൽ നിരന്തര നിരീക്ഷണം സർക്കാർ നടത്തി. അങ്ങനെ വാസു അതിനെ അതിജീവിച്ചു. ഇപ്പോൾ മൂന്നാമത്തെ വിവാദം, അത് സ്വർണ്ണപ്പാളി കേസും. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് സ്വർണ്ണക്കൊള്ളയിലെ കേസ്. CPM ബന്ധമുള്ള വാസു പ്രതിയായാൽ അത് സർക്കാരിനെ വെട്ടിലാക്കും. അതുകൊണ്ട് തന്നെ അട്ടിമറി ശ്രമങ്ങൾ അണിയറയിൽ സജീവമാണ്. രേഖകളിൽ കൃത്രിമം കാട്ടി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും മൂന്നാം പ്രതിയുമായ D സുധീഷ് കുമാറിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ദേവസ്വം ഉന്നതരുടെ പങ്ക് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ്. സുധീഷ് കുമാറിനെയും പോറ്റിയുടെ സുഹൃത്തും ഇടനിലക്കാരനുമായ CK വാസുവിനെയും SIT EJK ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു.
വെള്ളിയാഴ്ച പകലും രാത്രിയുമായി നടന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇദ്ദേഹത്തെ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇടനിലക്കാരൻ വാസുവിനെ വിട്ടയച്ചു. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനും പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനും ശ്രീകോവിൽ പാളികൾ സ്വർണം പൊതിഞ്ഞതായിരുന്നുവെന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുവെന്നത് സംബന്ധിച്ച വിവരങ്ങൾ സുധീഷ് കുമാർ SITയോട് വെളിപ്പെടുത്തുകയായിരുന്നു. നേരത്തെ 2ാം പ്രതിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബു ഇതേ സൂചന തന്നെ നൽകി. തനിക്ക് മാത്രമായി സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് തിരുത്താനാകില്ലെന്നും തന്റെ മുകളിലുള്ള 5 പേര് അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നുമായിരുന്നു മുരാരി ബാബു SITയോട് പറഞ്ഞത്. ഇതെല്ലാം കുടുക്കിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഉദ്യോഗസ്ഥ തന്ത്രമാണെന്ന വാദം വാസു അടക്കം ഉയർത്തും. വാസു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സുധീഷ് PA ആയിരുന്നുവെന്നതും ഈ അന്വേഷണത്തെ സ്വാധീനിക്കും. സ്വർണ്ണക്കൊള്ള നടന്ന 2019 എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ. മുരാരി ബാബു ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ദേവസ്വം മാനുവൽ പ്രകാരം എന്ത് തീരുമാനങ്ങൾക്കും ഫയൽ തുറക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഇദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തി മുകളിലേക്ക് അയക്കുന്ന ഫയലിൽ മാറ്റം വരുത്താനും അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള അവകാശം എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കുണ്ട്. രേഖകൾ പ്രകാരം കൊള്ളയ്ക്ക് ആദ്യം വഴി തുറന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ്. ഈ ഫയൽ തിരുത്താതെ കൊള്ളയ്ക്ക് വഴി സുഗമമാക്കുവാനായിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ. ഇതിന് പിന്നിൽ ഉന്നതരുടെ നിർദ്ദേശമുണ്ടെന്നാണ് സുധീഷ് പറയുന്നത്. സ്വർണം ചെമ്പാക്കി മാറ്റി എഴുതി. കൂടാതെ ദേവസ്വം മാനുവൽ മറികടന്ന് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷം ചെന്നൈക്ക് കൊടുത്തു വിടുവാനും ഇവർ നിർദ്ദേശിച്ചു. ദ്വാരപാലക ശില്പങ്ങൾ പോറ്റിയുടെ അഭാവത്തിൽ അനന്തസുബ്രഹ്മണ്യം, രമേശ് റാവു എന്നിവർക്ക് കൈമാറുക മാത്രമല്ല സുരക്ഷയൊരുക്കാതെ ചെന്നൈക്ക് കടത്താനും ഇരുവരും കൂട്ടുനിന്നു. ഇനി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ സ്വർണത്തെ രേഖകളിൽ ചെമ്പായി എഴുതി ചേർത്തെന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. ഇവർക്ക് മുകളിലുള്ള 4 പേർക്ക് കൂടി കൊള്ളയിൽ പങ്കുണ്ടെന്നാണ് SIT നിഗമനം. അത് ദേവസ്വം കമ്മീഷണറും ബോർഡും അംഗങ്ങളുമാണെന്ന സംശയം ശക്തമാണ്. ചോദ്യം ചെയ്യലിൽ ഒരിക്കൽ പോലും സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ സുധീഷ് കുമാർ ശ്രമിച്ചില്ല. 1998 വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ കാലത്ത് സർവീസിലുണ്ടായിരുന്നവരാണ് മുരാരി ബാബുവും സുധീഷ് കുമാറും. ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞതായിരുന്നുവെന്ന് അന്ന് ഇവർക്ക് അറിയാവുന്നതാണ്. 21 വർഷങ്ങൾക്കിപ്പുറം പഴയ ഉദ്യോഗസ്ഥരിൽ തങ്ങളൊഴികെ ഏതാണ്ട് എല്ലാവരും വിരമിക്കുകയോ സ്ഥലം മാറി പോവുകയോ ചെയ്തതിനാൽ സ്വർണ്ണപ്പാളികളിൽ ചെമ്പെന്ന് തിരുത്തിയാലും പുറത്തറിയില്ല എന്നതാണ് ഇവരുൾപ്പെട്ട തട്ടിപ്പു സംഘം ധരിച്ചത്. തുടർന്ന് നാളുകൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് സ്വർണ്ണപ്പാളികൾ കടത്തിയത്. ഇതിനു പിന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്നത് ശക്തം. അതുകൊണ്ടാണ് വാസുവിനെ ചോദ്യം ചെയ്തത്. ഇനി പത്മകുമാറിനെയും ചോദ്യം ചെയ്യും. തന്റെ ഭരണകാലത്ത് തനിക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ലെന്നും എല്ലാം നിയന്ത്രിച്ചത് വാസുവാണെന്നും പത്മകുമാർ മൊഴി നൽകുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയുണ്ടായപ്പോൾ എൻ വാസുവായിരുന്നു ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തുണ്ടായിരുന്നത്. വിധി നടപ്പാക്കുകയെന്ന കാര്യത്തിൽ ബോർഡ് ഭരണസമിതിയേക്കാൾ ഉറച്ച നിലപാടായിരുന്നു കമ്മീഷണറുടേത്. സർക്കാർ പക്ഷത്ത് ഉറച്ചു നൽകുന്ന എൻ വാസു യുവതീ പ്രവേശനത്തിലടക്കം സർക്കാർ നിലപാടുകൾക്കൊപ്പമായിരുന്നു.